ഹേ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് വോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കോളേജിന് ലീവ് തന്നു കേട്ടോ. ലീവായതുകൊണ്ട് പണിയൊന്നുമില്ല എന്നല്ല, എന്നാലും നമുക്ക് എല്ലാ പണിയും മെല്ലെ സാവധാനത്തിൽ ചെയ്ത് തീർക്കാം കേട്ടോ. അങ്ങനെ ഫ്രഷായി വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. രാവിലെ ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ ദോശയും ചമ്മന്തിയും എല്ലാവർക്കും ചൂടോടെ തന്നെ കൊടുത്തു കേട്ടോ. റെയ്യൂൻ ഇതാ നല്ലോണം ഗീ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. അതേ സൈഡിൽ തന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടിയും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ മീൻ കറിയും അതുപോലെ ഫിഷ് ഫ്രൈയും പിന്നെ ഉപ്പേരി ക്യാബേജാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി, അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെയ്യു ഇതാ വൻ പരിപാടിയിലാണ് കേട്ടോ. അവൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതാ വണ്ടിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കൽ തന്നെ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചേട്ടെ. ഈ ഒരു വണ്ടി അലങ്കരിക്കലാണ് കേട്ടോ റെയ്യുവിൻ്റെ ഇപ്പോഴത്തെ പരിപാടി. ഇതാ കരിയാടേക്കും അതുപോലെ മംഗലാപുരത്തേക്കും ഒക്കെ ഈ വണ്ടി പോകുന്നുണ്ട്. വൈപ്പേഴ്സായി 2 ബ്രഷും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ ആവോ. എനിവേ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. ഇതാ ഞങ്ങളുടെ വീടിനടുത്തുള്ള മയ്യന്നൂർ LP സ്കൂളിലേക്ക് പോയി. അങ്ങനെ വോട്ട് ചെയ്തു കേട്ടോ. അമ്മ വോട്ട് ചെയ്തു, അതിനുശേഷം ഞാനും ഇതാ ചെയ്തു. അങ്ങനെ റെയ്യൂനെ ഒപ്പം കൂട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വോട്ടൊക്കെ ചെയ്തു. അവൻ്റെ കൈ ചെയ്യാത്തതിൻ്റെ പരിഭവവും സങ്കടവും ഒക്കെ ഉണ്ട്.